ഒന്നും പറയാനില്ല, സ്പോയിലറൊന്നും പറയാനില്ല. ഉറക്കമില്ല, പരിപാടി തോന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഫീൽ ചെയ്തല്ലോ. അപ്പോൾ ത്രില്ലറിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യൂഷ്വൽ ത്രില്ലർ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ട്രൈ ചെയ്തത്. എനിക്കൊരു മലയാളത്തിൽ അധികം വരാത്ത അല്ലെങ്കിൽ ട്രൈ ചെയ്യാത്തൊരു ഒരു ജോണറിലുള്ള പരിപാടിയാണ്. സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ചലഞ്ചിങ്, അതെ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. ഏതാ? അതെ, ഇതിൻ്റെ വിഷ്വലും അല്ലെങ്കിൽ മ്യൂസിക്കും, ഗോപിച്ചേട്ടനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, വിഷ്ണുപ്രസാദാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. എല്ലാവരും അവരവരുടെ വർക്കുകൾ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പെർഫോം ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഗംഭീരമായിട്ട് ഉണ്ട്. കാരണം ടുവേർഡ്സ് എൻ്റെ ഒരു സസ്പെൻസ് നിലനിർത്തി ഇങ്ങനെ പോകേണ്ടത്. അത് പലരിലേക്കും ഇങ്ങനെ എന്താ പറയുക, വിരല് ചൂണ്ടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടപ്പോൾ ഇന്നാളായിരിക്കും എന്നൊരു ചോദ്യത്തിലേക്ക് പോയി. അത് ബ്രേക്ക് ചെയ്തില്ലേ? അതിലൊന്നും പറയാൻ പറ്റില്ല. അതാണല്ലോ അല്ല, എല്ലായിടത്തും പറയാനുള്ളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതല്ലോ പറയാനുള്ളത്. നമ്മൾ പറയാനല്ലോ, അത് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം, നമ്മൾ പറയുന്നതിലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ് കുറച്ചും കൂടി മെച്ചുവേർഡായി, നല്ല രീതിയിൽ മെച്ചുവേർഡായി. ഇപ്പോൾ ദൃശ്യമാണെങ്കിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാലഘട്ടം മുമ്പൊക്കെ തന്നെ നമ്മൾ തന്നെ വെറുതെ സ്പോയിലേഴ്സൊക്കെ വിളിച്ച് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഓഡിയൻസ് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി മെച്ചുവേർഡായ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് എല്ലാവരും അതിൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സ്പോയിലേഴ്സ് ആരും വിടില്ല എന്നുള്ള തന്നെ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എന്താ പറയുക, അഭിലാഷ് നല്ലൊരു മേക്കറാണ്. അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്. അപ്പോൾ ഇനിയും നല്ല ഉഗ്രൻ സിനിമകൾ അഭിലാഷിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാനിങ്ങിലാണ്. തീർച്ചയായിട്ടും ഇതുപോലത്തെ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ്, ഇത് എഡ്ജ് ഓഫ് ദ സീറ്റ് എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല. എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരിക്കില്ല, സ്ലോ ബോൺ ത്രില്ലർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ടുവേർഡ്സ് എൻ്റെ വരെ ആ സസ്പെൻസ് നിലനിർത്താൻ പറ്റിയ ആൾക്കാർ കണ്ടുപിടിച്ച ആളല്ല വേറൊരാളാണെന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോ ഫാക്ടറാണ് എല്ലാവരും കണ്ടേണ്ടത് അവിടുത്തെ പറയുന്നത്. സന്തോഷമുള്ള കാര്യം. എല്ലാവരും കാണും, തിയേറ്ററിലൊന്നും കാണും, വിജയിപ്പിക്കുക. എൻ്റെ കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ അതെങ്ങനെ നമുക്ക് വീണ്ടും കുറേ ദിവസമൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ത്രില്ലർ എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചാലഞ്ച് ഓൾവേസ് ഉണ്ട്. അത് വേറെ എന്തെങ്കിലും ഒരു ഇതിനു മുമ്പ് കണ്ട ഒരു പാറ്റേൺ അല്ലാതെ എങ്ങനെ നമുക്ക് ഇത് വേറെ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചാലഞ്ച് കൂടിയാണ്. അഭിലാഷ് ബ്രോക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസ്. ഐ തിങ്ക് ആസ് എ ഡെബ്യൂ ഫിലിം ഇറ്റ്സ് എ വെരി നീഡ്ഫുൾ. എൻ്റെ FDFS കൂടിയാണ്. സോ ഞാൻ സിനിമ മുമ്പ് കണ്ടിട്ടില്ല. സോ അങ്ങനെ നമ്മളൊരു നല്ലപോലെ അധ്വാനം ചെയ്ത് പ്ലീസ് ഡു പാസ് ഓൺ. ഈ ഡോസ് പോലത്തെ സിനിമ വേർഡ് ഓഫ് മൗത്തിലാണ് കൂടുതൽ സക്സസ് ആവുന്നത്. ഇതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുക, ഗിവ് ദ ഫിലിം എ ചാൻസ്. ഇതുപോലത്തെ പുതിയ ടീമുകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചാൻസ് വരുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു മലയാളം സിനിമയെ മാത്രമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം സിനിമ വിജയിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. പ്ലീസ്. അവസാനമല്ല, തുടക്കം തൊട്ട് എൻ്റെ വരെയും ട്വിസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും കണ്ടിരിക്കണം. ഫാമിലി മൂവിയാണ്, യങ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. മൊത്തം ആൾക്കാർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ തിങ്ക് മലയാളം സിനിമയിൽ ഒരു പുതിയതായിട്ടൊരു ജോണറാണ്. ആൻഡ് ഇൻറ്റൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, ബട്ട് സെക്കൻഡ് ഹാഫ് ഇസ് ഈവൻ മോർ ബെറ്റർ. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു തിയേറ്റേഴ്സ് ആൻഡ് വാച്ച്. താങ്ക് യു. നിങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ. രേണുക എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. പിന്നെ ത്രില്ലർ ജോണർ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതിനൊരു മെഡിക്കൽ ത്രില്ലർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദൃശ്യം 3 പോലെ വലിയൊരു സിനിമയുടെ ഇടയിൽ ഒരു കുഞ്ഞു സിനിമയായിട്ടാണ് ഞങ്ങളുടെ സിനിമ വന്നിരിക്കുന്നത്. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു സ്ലോ പേസിൽ കയറിയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും ഭയങ്കര രസമായിട്ടാണ് ആ പേസ് ഒന്ന് മാറുന്നത്. അപ്പം എല്ലാവർക്കും അത് കണക്റ്റ് ആവുമെന്നും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയണം.
സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും സർപ്രൈസ്ഡാവും. വളരെ നന്നായിട്ടുണ്ട് മൂവി. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വരുന്നവർക്ക് എന്തായിരുന്നാലും വളരെ സന്തോഷം തന്നെ ഉണ്ടാവും. സൂപ്പറായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സിജു വിൽസൻ്റെ ആക്ടിങ് നന്നായിട്ടുണ്ട്. അശ്വിനും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു നിരത്തേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രഷർ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ദൃശ്യം മൂവി ഉണ്ട്, ദൃശ്യം 3 ഉണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പിയാണ്. ഫസ്റ്റ് ഡേ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ്. നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കാരണം അത് മെഡിക്കൽ എത്തിക്സിൻ്റെ ഇതായിട്ട് അത് മേഴ്സി കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു സമ്പ്രദായത്തിൻ്റെ ഇതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് ക്യാൻസറും പിന്നെ അതേപോലെ വളരെ വേദന സഹിക്കുന്ന പേഷ്യൻസിൻ്റെ ഇതിൽ നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അശ്വിനും സിജു വിൽസനും പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതിൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അതിലും ഡോസ് നല്ലൊരു മെസ്സേജ് നൽകുന്ന ചിത്രമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആർട്ടും പിന്നെ എന്താ പറയണ്ടത് അതിൻ്റെ BGM ഒക്കെ അടിപൊളിയായിട്ട്. അതിൽ ഡയറക്ടറിൻ്റെ രീതിയിൽ നല്ലൊരു ചിത്രം അണിയിച്ചൊരുക്കുന്നുണ്ട്. അപ്പോൾ ഡോസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കലിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രമാണ്. അതിൽ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ഒന്ന് അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് നല്ലൊരു സിനിമയാണ് ഡോസ്.